അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട് വല്ലവന്മാരും തന്ന ലവ് ലെറ്റർ വായിക്കുകയും ചെയ്യരുത്, അതുപോലെ എഴുതി കൊടുക്കല്ലെന്നും പറഞ്ഞിട്ടില്ലേ? പിന്നെ നിന്റെ കയ്യിരിക്കുന്ന എന്തുവാ? പലചരക്കട പോയി സാധനം മേടിക്കാൻ വേണ്ടി എഴുതി വെച്ചല്ലേ. കടയിൽ പോയി കവർ പാല് പോലും മേടിക്കാത്തവള് പലചരക്കിന്റെ സാധനം എടി ലെറ്റർ എറി താടി ലെറ്റർ അടി നെല്ലിമരത്തിന്റെ മൂട്ടിൽ വെച്ച് കാണുമ്പോൾ ഒരുമ തരുമോ സനൽ അന്തിയൂർക്കോണം. ഒരുമ തരുമോന്നോ? ആ എന്തോ ഒരു ഉമ്മ തരുമോന്ന് പാടി. ആരടി സനൽ? ആരടി? അതാ ടൂക്ക് ബൈക്കിൽ പോണ പൂച്ചക്കണ്ണുള്ള ചക്കൻ. വേറെ ലെറ്റർ ഉണ്ടോ ഇതിന്റെ? പിന്നെ ഇതൊക്കെ ആലിപ്പഴം വീണ് കിടക്കുവാണല്ലോ. ഇതൊക്കെ എന്താടി ഇത്? ദൈവം തമ്പുരാനെ, ഓരോ വീട്ടിലേക്ക് രാവിലെ കിടക്കുന്നത് പത്രവും കരിയിലേയും. എന്റെ പെങ്ങള് കാരണം എന്റെ വീട്ടുമുറ്റത്ത് കിടക്കുന്നുണ്ട് മൊത്തം ലവ് ലെറ്റർ അടിച്ചാൻ പൊട്ടിച്ചു. ഞാൻ പറഞ്ഞേക്കായി ഇനി മേലാ നീ ഒരുത്തന്മാർക്ക് ലവ് ലെറ്റർ എഴുതല്ലോ കേട്ടോ. ഇല്ല, ഞാൻ ഇനി ഒരാൾക്ക് ലവ് ലെറ്റർ എഴുതിയില്ല, കൊടുക്കയില്ല, ഒരുത്തന്മാര് തന്നാ മേടിക്കയില്ല. ഭാഗ്യം ഭാഗ്യം, എന്റെ പെങ്ങള് രക്ഷപ്പെട്ട്. ഓൺലി വാട്സ്ആപ്പ് ചാറ്റിംഗ് വീഡിയോ കോൾ. വീഡിയോ കോൾ അതിന് നിന്റെ ഫോണില്ലല്ലോ. ആ, എനിക്ക് ഫോണില്ല. എനിക്കൊരു ഫോൺ മേടിച്ചെന്ന് ഞാൻ ഇവിടെ ഗെയിം കളിച്ചാ മൂലയിൽ ഇരിക്കൂലേ. ഫോണില്ലാതെ ഇങ്ങനെ അപ്പൊ ഒരു ഫോണും കൂടി മേടിച്ചു കൊടുത്തെങ്കിൽ ഈ സമൂഹത്തിൽ അങ്ങ് മണ്ണിട്ട് മൂടിയാ മതി. എനിക്കൊരു ഐഫോൺ മേടിച്ചു. ഫോൺ നിനക്ക് വേണ്ട. എനിക്ക് ഫോൺ വേണം. എടി ഫോൺ വേണ്ട. എനിക്ക് ഫോൺ വേണം 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 വേണം. ഒരു ഫോൺ ഞാൻ അങ്ങ് മേടിച്ചു തരാം. അതെവിടെന്നാ എട് നോക്കട്ടെ. അമ്പാടി. പാവാണ് ചേട്ടാ. പാവമായിരിക്കുമല്ലോ, അതാണല്ലോ ഈ വലയിൽ വീണത്. അവന് ഞാൻ കൊടുക്കുന്നുണ്ട്. അമ്പാടി അവന്റെ നമ്പര്. രതീഷ്. പാവം തന്നെ, പാവം തന്നെ. രതീഷ് അമ്പാടി രണ്ടവന്മാർക്ക് രണ്ടവന്മാരെ. ഇനി ചോദ്യവും പറച്ചിലൊന്നുമില്ല. അടിച്ചു പൊട്ടിക്കണ്ടെങ്കിൽ കൊണ്ടുത്താ. ഇനി ഫോണുണ്ടോ? ഇല്ല, സത്യം പറയേ, നിന്നെ തലകുത്തിനെ ഒന്ന് കുലുക്കി കഴിഞ്ഞ ഒരു ഷോറൂമിനുള്ള ഫോൺ ഡൗട്ട് ഉണ്ട്. ഇല്ലല്ലേ? എടി നീ പുറത്തോട്ട് ഇറങ്ങി അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആണുങ്ങൾക്കൊക്കെ കോളേജിൽ അവധിയാ. അവര് ജീവനെ കൊണ്ട് ഓടുന്നു. ഇവിടെ കയറി പ്രേമിച്ചതായി. നീ ആ സാബു ഇല്ല, ഗുണ്ട സാബു, ആ കലങ്ങിന്റെ അവിടെ നിന്ന് സംസാരിച്ചിരുന്നപ്പോ ഞാൻ ചെന്ന് ഈ സാബുവിന്റെ തലമുണ്ട അടിച്ചു പൊട്ടിച്ച് അവൻ ആശുപത്രി കിടക്കുവാണ്. ഞാൻ എന്ത് ചെയ്തിട്ട് അവൻ ആശുപത്രി കിടക്കണം? സാബു കൊല്ലാൻ വേണ്ടി വരുന്നെന്ന് തന്നെ. അപ്പൊ ചേട്ടായി ചത്തു പോകത്തില്ല. എന്റെ കൂട്ടുകാരൻ അരുണുണ്ട്, അവൻ പറഞ്ഞ് അണലി സാബുവിനെ വക വരുത്താൻ വേണ്ടി വേറൊരു ഗുണ്ട ഇങ്ങോട്ട് വിടുത്താന്ന് പറഞ്ഞ്. അവൻ വരട്ടെ, അവന്റെ മുന്നേ അണലി സാബു ഒന്നുമല്ല. അണലി സാബുവിനെ കൊന്ന്. അണലി സാബു നിന്റെ വിധിയാണ്ടാ. ഞാൻ അണലി സാബു അല്ല, എന്റെ സേഫ്റ്റിക്കാ. വാഴ എടുത്ത് മാറ്റി. വാഴ. അയ്യോ, ആരാടോ? ആരാ നീ? ഞാനാ ആട്ടുംകാട്ടിൽ മധു. നിനക്ക് ആട്ടുംകാട്ടം മധു ആയിരിക്കും, നമ്മക്കത് വെറും കാട്ടമാണ്. അല്ല, ഞാൻ എന്റെ വീട്ടുപേര് പറഞ്ഞതാണ്. ആട്ടുംകാട്ടം എന്റെ വീട്ടുപേര് മധു. ലോകം അറിയുന്ന ഗുണ്ട. അയ്യോ, എങ്ങനെ മനസ്സിലായി? മനസ്സിലാക്കിയല്ല, അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇയാൾ കുറേ അനാവശ്യ ഡയലോഗ് പറയാം. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഇയാൾ ഗുണ്ടയാണെന്നുള്ള കാര്യം. അങ്ങനെ പറഞ്ഞതാണ്. ഇവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ അണലി എന്ന് പറഞ്ഞൊരു ഗുണ്ടയുണ്ട്. ഗുണ്ട വരും, അപ്പൊ എന്നെ സേഫ് ചെയ്യണം. അണലി വരുമ്പോ സേഫ് ചെയ്യും. ഇപ്പോഴല്ലെന്ന്. അണലി വന്നില്ലേ? ഇല്ല, വൈകിട്ട് വരുമെന്നാ പറഞ്ഞത്. വൈകിട്ട് വരും. ഫോണ് വിളിച്ചു പറഞ്ഞു. പോരാത്തതാണ്ട് ഒരു ഊമക്കത്തും തന്നു. ഊമക്കത്ത് നിന്നാ? ആഹാ, നല്ല പരിചയമുള്ള കൈയക്ഷരം. എന്റെ പുലോ തോൽവി അത് DTP. സാറോ? DGP എന്ന് പറഞ്ഞു. DGP അല്ല, DTP. എഴുതിയേക്കുന്നതെല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ഞാൻ അറിയാതെ ഒരു ഈച്ച പോലും ഇതിനകത്ത് കയറൂല. എവിടെ? ആ ഈച്ച കയറി പോയി. കയറിപ്പോയോ? ഇയാളാണോ എന്നെ സേഫ് ചെയ്യാൻ വന്നേക്കുന്നേ? ഈച്ച കയറിപ്പോയെങ്കിൽ പോട്ട്. നിങ്ങളെ ഈ ഫാമിലി, ഈ വീട്ടിനകത്ത് നിങ്ങൾ സേഫ് ആയിരിക്കും. നിങ്ങൾ ആരും വീട്ടിനകത്ത് കയറി ഒന്നും ചെയ്യൂല. ഞാൻ വെളിയിൽ കാവലിരിക്കും. രണ്ട് വാക്ക് ഞാൻ അവരടുത്ത് പറയും. എന്തോ പറയും? അവരാരും ഇവിടെ ഇല്ല, വീട് മാറി താമസം. അങ്ങനെ തലച്ചോറാണോ പൊതിച്ചോറാണോ അങ്ങനെ ചോദിച്ചത്? അല്ല, ആദ്യം ഈച്ചയിൽ എനിക്കൊരു ഡൗട്ടേ ഉള്ളൂ. ഇപ്പൊ അതങ്ങ് ക്ലിയർ ആയി. ഉണ്ടാടാ, ഒരുപാട് കഥയുണ്ട്. എനിക്ക് ഒരു കഥയും കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചേട്ടായി, നമ്മുടെ അടുക്കള ചായപ്പിലെ ഫാൻ കറങ്ങണില്ല.
ആരെങ്കിലും ഒരാളെ പണിക്ക് വിളിച്ച 6 മാസമായിട്ട് ആ ഫാൻ കംപ്ലൈന്റ് ആണ്. ഇവള് ഇതുവരെ മിണ്ടിയില്ല. ഏതോ ഒരുത്തന്റെ സൗണ്ട് കേട്ടപ്പോ ഇരിക്കപ്പുറതി വന്നില്ല, വന്നേക്കുവാണ്. എനിക്ക് തല ഇറങ്ങുന്നത്. ദൈവമേ, നിർത്ത്, 2 എണ്ണം കൂടി നിർത്ത്. ഈ ചേട്ടനേതാ? ഈ ചേട്ടനേതാ? അയ്യോ, ആ ചേട്ടൻ എനിക്ക് ഇന്ന് രാവിലെ കളഞ്ഞു കിട്ടിയതാ. നിനക്ക് എന്താ പറയാ? കേറിപ്പൊടി അടുത്ത്. ആരാ അത്? അനീതി. അനീതിയാ? അനീതിയല്ലെന്ന്, എന്റെ അനിയത്തിയാന്ന് പറഞ്ഞതാ. അനിയത്തിയാണല്ലേ? അപ്പോഴേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പറ, എന്താണ്? 6 മണിയാകുമ്പോ അണലി വരും. അണലി സാബു? ഞാൻ പേടിച്ചു. നിങ്ങൾ കുട്ടയില്ലേ? ഞാൻ കൊണ്ടാണ്. അണലി സാബു വരുമ്പോ തീർക്കണം. അണലി സാബു വരുമ്പോ തീർത്ത് കളയും. ഒരാളെ തല്ലുന്നതിന് മുമ്പ് എനിക്ക് 2 എണ്ണം അടിക്കണം. കുഴപ്പമില്ല, അവനെ തള്ളിയിട്ട് 2 എണ്ണം അടി എടുത്തോ. അങ്ങനെ അടിക്കണ കാര്യമല്ല. ഒരാളെ തല്ലുന്നതിന് മുമ്പ് എനിക്ക് 2 പെഗ് അടിക്കണമെന്ന്. വെള്ളം? ഓ, ഇവിടെ കുടുംബം വെള്ളോടിയൊന്നും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിൽക്കില്ല, ഞാൻ പോണ വീട്ടില് പോവല്ലെന്ന്. ബീവറേജ് പോയി സാധനം എടുത്തോണ്ട് പാടേ. ബീവറേജ് വരെ പോകണോ? പിന്നെ ഊണ്ട് ആ പോസ്റ്റിന്റെ മുട്ടി കുറച്ച് സാധനം വെച്ചിട്ട് അതെടുത്തോണ്ട് വന്നാ പോരെ. പിന്നെ പോയി എടുത്തോണ്ട് വാ അങ്ങോട്ട്. പിന്നെ എടുത്തോണ്ട് വരാം. ഓടി പോകോട്ടെ. പോകുക. ചേട്ടാ, പേരെന്തോന്നു? രാഗി. മൂർച്ചയില്ലായിരുന്ന എന്തിന് രാഗി എന്ന് പറഞ്ഞു? എന്റെ പേരാണ് രാഗി. തന്നെ? ചേട്ടന്റെ പേരെന്താ? ആട്ടുംകാട്ടത്തിൽ വേണം. സൂപ്പർ പേരാണല്ലോ. ചേട്ടൻ എന്താ ജോലി? ഭയങ്കര ഗുണ്ടയാണ് ഞാൻ. അതെനിക്ക് ചേട്ടന്റെ മുഖത്തെ വെട്ട് കണ്ടപ്പോ തന്നെ മനസ്സിലായി. ഇത് മുഖത്ത് വെട്ടുകൊണ്ടല്ല, ഒരു ഗുണ്ടായിട്ട് വരുമ്പോ ഒരു അപ്പിയറൻസ് ഒക്കെ വേണ്ടേ. അതുകൊണ്ട് ഈ ബൗൾക്കം കടിച്ചു തിന്നിട്ട് മിച്ചം വന്നത് ഇങ്ങനെ വെച്ചിട്ട് ആർട്ട് വർക്ക് ചെയ്ത എങ്ങനെയുണ്ട്? ഞാൻ കാണണമായിരുന്നു. ഇങ്ങനെയാണ് വെച്ചത്. ഓർണ്ണാൻ പോലും പറ്റൂലായിരുന്നു വായിക്കാത്തൂടെ. എന്നെ ഇഷ്ടപ്പെട്ട ചേട്ടന് 2 എണ്ണം ഉണ്ടാ? എന്തോന്ന്? മൊബൈല്. 2 മൊബൈൽ ഫോൺ ഉള്ളവരെയാണ് ഇഷ്ടമല്ലേ? അതുകൊണ്ടൊന്നല്ല, ചേട്ടന് എനിക്ക് ഫോൺ തന്നാലല്ലേ എനിക്ക് ചേട്ടനെ വിളിക്കാനും മിണ്ടാനും ചാറ്റ് ചെയ്യാനും പറ്റുള്ളൂ. തന്നെയല്ലേ? എന്നാ പിടിച്ചോ. അയ്യോ, ഐ ലവ് യു. 49ാമത്തെ ഫോൺ കിട്ടി. 49? ഇല്ല, ഞാൻ വിളിക്കാന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നിന്ന് അറിഞ്ഞ് അണലി സാബു വരുന്നുണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി. അടിച്ചോ മദ്യോട്. അല്ല, മദ്യപിച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ ചില കൂത്താട്ടങ്ങളൊക്കെ. എന്തോ കൂത്താട്ടം? മദ്യപിച്ച് മതോന്മത്തിനായി കഴിഞ്ഞാൽ എനിക്ക് ആട്ടം കാണണം. അത് കുഴപ്പമില്ല, അവിടെ ഉത്സവം നടക്കുന്നുണ്ട്, നമുക്ക് അവിടെ പോയി ഓട്ടം നുള്ള കാണിച്ചു. അങ്ങനത്തെ ഓട്ടം നുള്ളല്ലേ? പിന്നെ എനിക്ക് മദ്യപിച്ച് കഴിഞ്ഞാൽ ഡാൻസ് കാണണം. ശീലമായി പോയി. പറ്റൂലെങ്കിൽ പറഞ്ഞുകൂടെ, ഞാൻ പോണു. ഡാൻസ് പറ്റത്തില്ലെന്ന്. എടാ, നിനക്ക് ജീവനാണോ വലുത് ഡാൻസ് ആണോ വലുത്? ജീവനാ വലുത്. എനിക്ക് ഡാൻസ് കാണണം. ഡാൻസ് എങ്കിൽ ഡാൻസ്. എടി താണ്ട് ഈ പുള്ളി പറയുന്നത് ഡാൻസ് എങ്ങാണ്ട് വേണോന്ന്. ഇവിടുന്ന് 2 എണ്ണം അടിച്ച് അവളുടെ ഡാൻസ് എങ്ങാണ്ട് അവളെയും പ്രേമിച്ച് ഇവിടെ അങ്ങ് കൂടാൻ നൈസായിട്ട്. എന്തിനാ ചേട്ടൻ കുടിക്കണം? ഒന്നുകൂടി കുടിച്ച്. അയ്യോ, തൊണ്ടവേനുണ്ടാ. ഡാൻസിന്റെ കാര്യമൊക്കെ സെറ്റ് ചെയ്തു. ഡാൻസ് കളിക്കാം. കണ്ണോട് കണ്ണിടയും കരിവണ്ണിന്റെ കണ്ണുള്ള പെണ്ണല്ലേ നീ. കണ്ണോട് കണ്ണിടയും പകലാറവേ വെയിൽ ചായവേ മഴ ചാടവേ മയിലാടവേ പകലാറവേ ഇത്രയും മതിയാ? മതി. ഇനിയിപ്പം അണലി സാബു വന്നു കഴിഞ്ഞാൽ അണലി സാബുവിന്റെ ആക്രമണത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടാവുന്നതിനെ കുറിച്ച് ഒരു കോച്ചിങ് ക്ലാസ് ഞാൻ തരാം. അണലി സാബു ഓടിക്കൊണ്ട് വരുന്നു, നമ്മളിങ്ങനെ വെറുതെ നിൽക്കുകയാണ്. അപ്പൊ അണലി സാബു നമ്മളെ അടിക്കുന്നു, നമ്മൾ എങ്ങനെ ഒഴിഞ്ഞു മാറണം, അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അണലി സാബു വരുന്നു, അടി അടി അടി. ഇതുപോലെയാണ് നമ്മൾ ഒഴിഞ്ഞു മാറേണ്ടത്. ഇത്രേ ഉള്ളൂ. പക്ഷെ ഒഴിഞ്ഞു മാറുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അണലി സാബു വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണോ നിൽക്കുന്നതെന്നും കൂടെ ശ്രദ്ധിക്കണം. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, രാഗി പിടി. അണലി സാബുവാണ് ഞാൻ നിൽക്കുന്നതെന്ന് വിചാരിച്ചോ. ഞാനിങ്ങനെ നടക്കുന്നു, അണലി സാബു വേറെ എന്തൊക്കെയോ കാര്യങ്ങളും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിങ്ങനെ നടക്കുകയാണ്. അവന്റെ പെറ്റതള്ള പോലും അറിയരുത് അവനെ പുറകിൽ നിന്ന് അടിക്കുന്നത്. അവൻ അങ്ങനെ അടിച്ചിട്ടത്? അടിക്കാൻ പറഞ്ഞോ? അണലി സാബു എന്നെ രക്ഷപ്പെടുത്താനാണ്? അത് അണലി സാബുന്റെ കൊട്ടേഷൻ മേടിച്ച് എന്നെ കൊല്ലാമെന്നാണ്. കൊട്ടേഷൻ ഒന്നും ഇല്ല. ഞാൻ എന്തായാലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുമ്പോൾ ഞാൻ ഡിസ്ചാർജ് ചെയ്തിട്ടൊരു വരവുണ്ട്. അന്ന് നിന്റെ അന്ത്യമാണ്, നോക്കിക്കോളാ. എന്തിനാണ് ഈ അടിച്ചത്? ആദ്യം നീ ഒറ്റൊരുത്തി കാരണം ആദ്യം ഒരുത്തരെ ഞാൻ അടിച്ച് ആശുപത്രിയിലാക്കിയത്. അവൻ വരും എന്ന് പറഞ്ഞപ്പോഴാണ് താണ്ട് ഈ ഗുണ്ടയെ വിളിച്ചു വരുത്തിയത്. ദൈവമേ, ഇനി ഇവ അടിക്കാൻ വരുന്നതിന് ഞാൻ വേറെ ഏത് ഗുണ്ടയെ വിളിച്ചോണ്ട് വരുവടി?
അതെ ചേട്ടായി ആരെ വേണമെങ്കിലും വിളിച്ചോ, പക്ഷെ 2 മൊബൈലുള്ള ആൾ വേണം വിളിക്കാൻ. 2 മൊബൈലാ? എന്നാലല്ലേ എനിക്ക് 50 ഫോൺ ആവുള്ളൂ. ദൈവമേ, ലോകത്താർക്ക് ഇതുപോലെ ഒരു പെങ്ങളെ കൊടുക്കല്ലേ.